ഗൈസ്, അപ്പൊ നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് വീഡിയോ തുടങ്ങിയ ടൈമിൽ ഞാനൊരു ഡ്രിങ്ക് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കുറെ കമന്റ് വന്നു, ABC ജ്യൂസ് ആണോ, എന്ത് ഡ്രിങ്ക് ആണ് കുടിക്കുന്നതെന്ന്. അതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക് ആണ്. നമ്മുടെ ഗട്ട് ഹെൽത്തിനും നമ്മുടെ സ്കിന്നിനും ഒക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഞാനൊരു 21 ഡേയ്സ് അത് യൂസ് ചെയ്തിട്ട് എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയോണ്ടാണ് നിങ്ങൾക്ക് അത് പറഞ്ഞുതരാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ അതിപ്പോ 21 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലും അത് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആ ഡ്രിങ്ക് എന്താണെന്ന് നോക്കാം. ഗൈസ്, അപ്പൊ നമുക്ക് ഇതിന് വെറും 4 ഇൻഗ്രീഡിയൻറ്റ് മതി. അതിലൊന്ന് നമ്മുടെ ക്യാരറ്റ് ആണ്, പിന്നെ ബീട്രൂട്ട്, നെല്ലിക്ക, കുറച്ച് ജിഞ്ചർ, പിന്നെ കറി ലീവ്സ് ആണ് വേണ്ടുന്നത്. ഇതിന്റെ എല്ലാം ഗുണങ്ങൾ നമുക്കറിയാലോ, റിച്ച് ഇൻ ന്യൂട്രീഷൻസ് ആണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. പിന്നെ ഇനി നെല്ലിക്കയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി ആണ്, അതുപോലെ തന്നെ ആന്റി ഏജിങ്, ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ്. ഇനി ബീട്രൂട്ട് ആണ് അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയന്റ്. നമ്മുടെ നാച്ചുറൽ കൊളാജിൻ ആണ്. പിന്നെ നമ്മുടെ ബ്ലഡ് ഫ്ലോ ഒക്കെ ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി കൂടിയാണ് ബീട്രൂട്ട്. പിന്നെ നമ്മുടെ ജിഞ്ചർ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഒക്കെയാണ്. കറി ലീവ്സ് നമുക്ക് ഹെയറിനും അതുപോലെ തന്നെ കൊളസ്ട്രോളിനും ഒക്കെ നല്ലതാണ്. സോ ഇത്രയും ഇൻഗ്രീഡിയന്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ബാക്കി നമുക്ക് ജ്യൂസ് ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഗൈസ്, അപ്പൊ എനിക്കിത് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഞാൻ ഫിൽട്ടർ ചെയ്യുന്നില്ല, കാരണം നമുക്ക് കൊത്തോട് കൂടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഇതിന്റെ കൺസിസ്റ്റൻസി ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഒരു ജ്യൂസ് പോലെ അല്ല എടുത്തേക്കുന്നത്, ഇത്രയും ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ട്രൈ ചെയ്യാം. ഗൈസ്, അപ്പം ഞാനിപ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് മിക്കുള്ളവരും ഉണ്ടാക്കാനായിട്ട് മടിക്കാൻ കാരണം ഡെയിലി ഇതിങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ ബുദ്ധിമുട്ട് കാരണമാണ്. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റ്സ് ഉണ്ട്. ആ ടാബ്ലറ്റ്സിനൊക്കെ ഈക്വൽ ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക് ആണ് ഈ ബീട്രൂട്ടും ക്യാരറ്റും ഗൂസ്ബെറി കറി ലീവ്സ്, പിന്നെ നമുക്ക് ജിഞ്ചർ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലെമണും കൂടെ സ്ക്യൂസ് ചെയ്ത് നമുക്ക് ചേർക്കാം. പിന്നെ മധുരം ആവശ്യമുള്ളവർക്ക് ഹണി യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഡെയിലി നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഫിൽട്ടർ ചെയ്തിട്ട് ജ്യൂസ് മാത്രമായിട്ടും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ വെക്കുന്നതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കൊത്ത് കറക്റ്റ് എല്ലാ മിനറൽസും ന്യൂട്രീഷൻസും പോവാതെ നമുക്ക് ഈ സംഭവം കിട്ടും. ഇനി വേറൊരു ട്രിക്കും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്കപ്പോൾ ഇതുപോലുള്ള ഒരു ട്രേയിൽ നമുക്ക് ഇതാക്കി ക്യൂബ് ആയിട്ട് വെക്കാൻ പറ്റും. അപ്പം നമുക്ക് ഡെയിലി ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടേ വരുന്നില്ല. അതുപോലെ തന്നെ ഈ ക്യൂബിന് 2 ക്യൂബ് നമ്മൾ ഡെയിലി യൂസ് ചെയ്താൽ മതി. സെയിം കൊത്തോടുകൂടി തന്നെയാണ് ഞാൻ ഇതിൻ്റെ അകത്തും ആക്കി വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തിട്ട് വേണമെങ്കിൽ വെക്കാം. അപ്പം നമുക്ക് ഈ ഒരു തിക്ക്, അതായത് ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റിന്റെ എഫക്റ്റ് എന്താണോ ആ സെയിം എഫക്റ്റിൽ നമുക്ക് ഇതിന്റെ 2 ക്യൂബിൽ നമുക്ക് റിസൾട്ട് കിട്ടും. സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങനെ 2 ക്യൂബ് നമ്മൾ ഡെയിലി എടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചൂട് വെള്ളമാണ് ആവശ്യമുള്ളത്. നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ച് ചൂടുവെള്ളം ഉപയോഗിക്കുക. ഇനി ഞാൻ ജ്യൂസ് ചെയ്തപ്പോൾ ലെമൺ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു, കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പം നമുക്ക് ലെമൺ ഇതിൻ്റെ അകത്തേക്ക് തന്നെ സ്ക്യൂസ് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾക്ക് ജ്യൂസിൽ തന്നെ ഒഴിച്ച് അത് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് കുറച്ച് ഒരു ഹാഫ് ലെമൺ ആണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് സ്ക്യൂസ് ചെയ്തെടുക്കാം. ഈ ഒരു ഡ്രിങ്ക് അടിപൊളിയാണ് ഗൈസ്. ഇത് നമുക്ക് ഡെയിലി രാവിലെ നമ്മുടെ ഗട്ട് ഹെൽത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന്. അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ ആവാനും അടിപൊളിയാണ്. സ്കിന്നിന് നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യും. ബ്രൈഡ് ആവാൻ ട്രൈ ചെയ്യുന്നവർക്കൊക്കെ 21 ഡേയ്സ് ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇത് എടുക്കുക. 2 വീക്സ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആയി ആക്നെയൊക്കെ കുറയാൻ തുടങ്ങും. സോ നമ്മൾ ഇന്ന് എടുത്തിട്ട് നാളെ തന്നെ റിസൾട്ട് കിട്ടും എന്നല്ല പറയുന്നത്. 21 ഡേയ്സ് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളിത് ഞാൻ കൺസ്യൂം ചെയ്യുന്നത് എന്നും രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിലാണ് കൺസ്യൂം ചെയ്യുന്നത്. ചൂടുവെള്ളത്തിലാണ് ഇത് ഈ ക്യൂബ്സ് എല്ലാം ഇടുന്നത്. അപ്പോൾ ഇതൊരു അടിപൊളി ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ഇത് ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ പറയുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.